ഹലോ മക്കളെ, എല്ലാവർക്കും എക്സാമിനർ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ജോബിൻ. ഓക്കെടാ, നമ്മുടെ ഓണ എക്സാമിന് അടുത്തെത്താൻ സമയമായിരിക്കുന്നു. അപ്പോൾ നമുക്ക് എന്തൊക്കെ ചെയ്യാനുണ്ട്? ഒരുപാട് പാഠഭാഗങ്ങൾ പഠിക്കാനുണ്ടല്ലേ. ഇപ്പോൾ എൻ്റെ 9ാം ക്ലാസ്സിലെ മുത്തുമണികളെ, നിങ്ങളുടെ മലയാളം സെക്കൻഡിലെ രണ്ടാമത്തെ പാഠഭാഗമായ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി വീരാൻകുട്ടി മാഷ് എഴുതിയ സ്മാരകം എന്ന കവിത നിങ്ങൾക്ക് പഠിക്കാനില്ലേ? ഒരു അപ്പൂപ്പൻ താടിയുടെ ജീവിതത്തെക്കുറിച്ച് എഴുതിയ കവിതയല്ലേ. ഒരു അപ്പൂപ്പൻ താടിയെ പോലെയാണ് ജീവിതം, ഒരു അപ്പൂപ്പൻ താടി പോലെയാണ് നിങ്ങളും. എങ്ങനെ? ഈ കവിതയിൽ പറയുന്നുണ്ട്, ഒരു അപ്പൂപ്പൻ താടി, ആ വിത്ത് പൊട്ടി ആ വിത്തിനെ അമ്മയെപ്പോലെ, അമ്മ കുഞ്ഞിയെ എടുക്കുന്നത് പോലെ വിത്തിനെയും എടുത്തുകൊണ്ട് ആകാശത്തിലൂടെ പാറിപ്പറക്കുന്ന അപ്പൂപ്പൻ താടി. ഇലകളിൽ ചെന്നു വീഴാതെ, കുഴികളിൽ ചെന്നു വീഴാതെ, മുള്ളുകൾക്കിടയിൽ തിക്കി ഞെരുക്കി ഒതുങ്ങി കരിഞ്ഞു പോകാതെ ഈ അപ്പൂപ്പൻ താടി ഇങ്ങനെ പറന്നു പോകുന്ന കാഴ്ച എത്ര സുന്ദരമാണ്. ഒടുക്കം ഈ അപ്പൂപ്പൻ താടി ഏതെങ്കിലും ഒരു മണ്ണിൽ ചെന്ന് വീഴുന്നു. ഒരുപാട് വർഷം കഴിഞ്ഞ് ഈ അപ്പൂപ്പൻ താടിയുടെ ആ ചെറിയ വിത്ത് വലിയ മരമായി മാറുന്നു, വലിയ തണൽ മരമായി മാറുന്നു. അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് ആ മരം, ആ ചെറിയ അപ്പൂപ്പൻ താടിയുടെ വിത്ത് വലിയ മരമായി മാറി തണലേകുന്നു. ഇതിൽ നിന്നും എന്തു മനസ്സിലാക്കാം? ഒരു അപ്പൂപ്പൻ താടിയുണ്ട്, അത് പറക്കുന്നേ, ഒരു നിലത്ത് വീഴുന്നേ, ഒരു മരമാകുന്നേ. ഇതിലെന്താ മാഷെ പഠിക്കാനില്ലെന്ന് ചോദിച്ചാൽ തലമണ്ടക്ക് നല്ല അടി തരും. എന്താണ് മക്കളെ പറയുന്നത്? ഈ അപ്പൂപ്പൻ താടി പോലെയാണ് നമ്മളും അല്ലേ. നമ്മൾ ഈ ചെറിയ വിത്ത് കൊണ്ട്, നമ്മുടെ സ്വപ്നങ്ങളുടെ, ആഗ്രഹങ്ങളുടെ, പ്രതീക്ഷകളുടെ വിത്ത് കൊണ്ട് നമ്മളിങ്ങനെ പറന്നു പോവുകയാണ് അപ്പൂപ്പൻ താടി പോലെ. ഇലകളിൽ വീഴാതെ, മുള്ളുകളിൽ വീഴാതെ, പല ചതിക്കുഴികളിലും, ചതിക്കുഴി എന്ന് പറയുന്നതാണ് പ്രണയബന്ധങ്ങളിൽ, ലഹരി, മറ്റു തെറ്റായ ജീവിത സൗകര്യങ്ങൾ, ഇതിലൊന്നും വീഴാതെ നമ്മൾ എന്താവും? പഠിച്ച് മിടുക്കരായി വലിയ മരം പോലെ നമ്മൾ വലിയ മരമായി മാറും. നമ്മുടെ മാതാപിതാക്കൾക്ക്, നമ്മുടെ സുഹൃത്തുക്കൾക്ക്, കുടുംബാംഗങ്ങൾക്കെല്ലാം ഒരു തണലായി നമ്മൾ മാറണമല്ലേ. ഇത്തരത്തിൽ മക്കളെ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന വീരാൻകുട്ടി മാഷിൻ്റെ കവിതയാണ് സ്മാരകം. അപ്പോൾ ഓണപരീക്ഷയ്ക്ക് തയ്യാറായിരിക്കുന്ന മക്കളെ, ഓണപരീക്ഷയ്ക്ക് പോകുമ്പോൾ സ്മാരകം എന്ന് പറയുന്ന കവിതയിലെ കുറച്ച് ചോദ്യങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടണ്ടേ? അപ്പോൾ നമുക്ക് വേഗം പോയാലോ. അപ്പൂപ്പൻ താടിയുടെ കഥാപാത്രമായി വരുന്ന സ്മാരകം എന്ന് പറയുന്ന കവിതയിലെ കുറച്ച് ചോദ്യങ്ങളെ ഒന്ന് പരിചയപ്പെടാം. അപ്പൂപ്പൻ താടിയുടെ പറക്കത്തെ വിനീതമായ ഒരു ശ്രമമായി കാണണം. കവി ഇങ്ങനെ പറയാൻ കാരണം എന്താവാം അല്ലേ? അപ്പൂപ്പൻ താടിയുടെ പറക്കലിനെ ഒരു വിനീതമായ ശ്രമം, ഒരു എഫേർട്ട് തന്നെയാണല്ലേ. അപ്പൂപ്പൻ താടിയുടെ പറക്കൽ എന്ന് പറയുന്നത്, അതിന് ചിറകില്ല, കണ്ണില്ല, കാലില്ല, ജീവൻ പോലും ഇല്ല. പക്ഷേ അപ്പൂപ്പൻ താടി ഇങ്ങനെ പറക്കുന്നില്ലടാ, കാറ്റിൽ ഇങ്ങനെ പറന്ന് അപ്പൂപ്പൻ താടി പോവല്ലേ. ഈ അപ്പൂപ്പൻ താടിയുടെ പറക്കത്തെ വിനീതമായ ഒരു ശ്രമമായി കാണണം. കവി ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണ് എന്നാണ് ചോദ്യം. നോക്കാം. അപ്പൂപ്പൻ താടിയുടെ പറക്കത്തെ മനോഹരമായ ഒരു ശ്രമമായി കാണണം എന്നാണ് കവി കവിതയുടെ തുടക്കത്തിലേ വരച്ചിടുന്നത്. എന്തുകൊണ്ടെന്നാൽ അത്രമേൽ ലളിതമായി ആവിഷ്കരിക്കുന്ന യാത്രയാണല്ലോ അത്. ചിറകുകളില്ലാതിരുന്നിട്ടും, സ്വന്തമായി പറക്കാനിടമില്ലാതിരുന്നിട്ടും, ദേശാന്തരങ്ങൾ താണ്ടാൻ കഴിയാതിരുന്നിട്ടും അത് അതിൻ്റെ പറക്കൽ തുടർന്നു കൊണ്ടേയിരിക്കുന്നു. ഒരമ്മ കുഞ്ഞിനെ എത്രമാത്രം കരുതലോടെ കാക്കുന്നു എന്ന പോലെ തൻ്റെ വിത്തിനെ അത്രമാത്രം കരുതലോടെ കാത്തുകൊണ്ട് പറക്കുകയാണ് അപ്പൂപ്പൻ താടി. എന്താണ് മക്കളെ? അപ്പൂപ്പൻ താടിയുടെ പറക്കത്തെ മനോഹരമായ ശ്രമമായി കാണണമെന്നാണ് കവി പറയുന്നത് അല്ലേ. കാണണ്ടേ? ഒരു ചിറകില്ല, കണ്ണില്ല, ജീവൻ പോലും ഇല്ല, പക്ഷെ അപ്പൂപ്പൻ താടി ഇങ്ങനെ പറന്ന് പോകുന്നു അല്ലേ. അതതിൻ്റെ ആത്മാർത്ഥതയാണ്, എഫേർട്ടാണ്, പരിശ്രമമാണ്. അതേപോലെ നമ്മൾ എന്ത് വേണം? പറക്കണം. എടാ, ഈ കവിത അപ്പൂപ്പൻ താടിയെക്കുറിച്ച് മാത്രമാണോ? അല്ല. കയ്യും കാലും ഇല്ലാത്ത ആൾക്കാർ ജീവിക്കുന്നില്ലേ, ചിത്രം വരക്കുന്നില്ലേ, വണ്ടി ഓടിക്കുന്നില്ലേ, അത് അവരുടെ ജോലികൾ ചെയ്യുന്നില്ലേ അല്ലേ. അതേപോലെ തന്നെയാണ് ചിറകില്ലാതെ പറക്കുന്ന അപ്പൂപ്പൻ താടി പോലെ. ചിറകായിരുന്നല്ലോ നീ, അകലേക്കു പോയെങ്ങു ഞാൻ. ആ പാട്ടിട്ടേ, ആകാശമായവളെ, അകലെ പറന്നവളെ, ചിറകായിരുന്നല്ലോ നീ, അറിയാതെ പോയെങ്ങു ഞാൻ. ചിറകായിരുന്നല്ലോ നീ, ചിറകില്ലാതിരുന്നിട്ടും അപ്പൂപ്പൻ താടി പറക്കുന്നുണ്ട്. അതേപോലെ കയ്യും കാലും ഇല്ലാത്ത ആൾക്കാർ ജീവിക്കുന്നില്ലേ, അവരവരുടെ ജോലി ചെയ്ത്, അവരൊക്കെ അപ്പൂപ്പൻ താടി പോലെ അവരുടെ ജീവിതത്തിൻ്റെ ശ്രമം, പറക്കലെന്ന് പറയുന്ന ഒരു പരിശ്രമം കൂടിയാണ് മക്കളെ. ചിറകുകളില്ലാതിരുന്നിട്ടും, സ്വന്തമായി പറക്കാൻ കഴിയാതിരുന്നിട്ടും, ദേശാന്തരങ്ങൾ താണ്ടാൻ, ഒരുപാട് ദേശങ്ങളിലേക്ക് സഞ്ചരിക്കാൻ അപ്പൂപ്പൻ താടിക്ക് കഴിയുന്നു. ഒരമ്മ
കുഞ്ഞിനെ എത്രമാത്രം കരുതലോടെയാണ് കാക്കുന്നത് എന്ന പോലെ അപ്പൂപ്പൻ താടി ആ വിത്തിനെയും കയ്യിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ദേശാന്തരങ്ങളായി പറന്നു പോകുന്നു. അതിൻ്റെ പരിശ്രമമാണ് മക്കളെ ഇതിലൂടെ പറയുന്നത്. നമ്മൾ പരിശ്രമിക്കണം, ജീവിതത്തിൽ വിജയം നേടണം. എന്തു പരിശ്രമിച്ചാലും നമുക്ക് വിജയിക്കാൻ സാധിക്കുമെന്ന തിരിച്ചറിവാണ് ഈ വരിയിലൂടെ കവി നമുക്ക് തരുന്നത്. അടുത്ത ചോദ്യം എന്താ? കുഞ്ഞിനെ എന്ന പോലെ വിത്തിനെ മടിയിൽ വെച്ച് എന്ന പ്രയോഗത്തിൻ്റെ പൊരുൾ ചർച്ച ചെയ്യുക. കുഞ്ഞിനെ എന്ന പോലെ വിത്തിനെ മടിയിൽ വെച്ചാണ് ആര് പറക്കുന്നത്? നമ്മുടെ അപ്പൂപ്പൻ താടി പറക്കുന്നത്. അപ്പോൾ ഇതിനെ ചർച്ച ചെയ്യാനാണ് ചോദ്യം. നോക്കാം എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് സാരമാണ്. യെസ്, കുഞ്ഞിനെ എന്ന പോലെ വിത്തിനെ മടിയിൽ വെച്ച്. നമുക്കറിയാം നമ്മുടെ അമ്മമാർ കുഞ്ഞിനെ ഇങ്ങനെ എടുത്തു പോവല്ലേ, വാ ഓ മാന തിങ്കൾ കിടാവോ എന്ന് താരാട്ട് പാടി കുഞ്ഞിനെ എടുത്തുകൊണ്ട് അമ്മമാർ പോകുന്ന കണ്ടില്ലേ? അതേപോലെ അപ്പൂപ്പൻ താടിയുടെ പറക്കൽ എൻ്റെ മക്കൾ കണ്ടിനോ? അപ്പൂപ്പൻ താടി ഇങ്ങനെ വിത്തിനെയും താഴെ വെച്ച് ഇങ്ങനെ പറന്ന് പോവും. അതേപോലെ കുഞ്ഞിനെ എന്ന പോലെ വിത്തിനെ മടിയിൽ വെച്ച് എന്ന പ്രയോഗത്തിൻ്റെ പൊരുൾ, അതിൻ്റെ പൊരുൾ എന്താണ് എന്നാണ് ചോദ്യം. എന്താണ് ഉത്തരം? ഒരമ്മ തൻ്റെ കുഞ്ഞിനെ എത്രമാത്രം കരുതലോടെയാണ് നോക്കുന്നത്, അത്രമേൽ കരുതലോട് തന്നെ തൻ്റെ വിത്തിനെ മടിയിൽ വെച്ച് യാതൊരു ഭാരവും അറിയാതെ തൻ്റെ പറക്കൽ തുടരുകയാണ് അപ്പൂപ്പൻ താടി. അല്ലടാ മക്കളെ, ഒരമ്മ കുഞ്ഞിനെയും കൊണ്ടുപോകുന്ന പോലെ അപ്പൂപ്പൻ താടി എന്ത് ചെയ്യുക? ആ വിത്തിനെയും കയ്യിൽ വെച്ച് ഇങ്ങനെ പറന്ന് പോവാ അല്ലേ? കുഞ്ഞിനെ കൊണ്ടുപോകുന്ന പോലെ, അമ്മ കൊണ്ടുപോകുന്ന പോലെ അപ്പൂപ്പൻ താടി പറന്നു പോവാ. യാതൊരു ഭാരവും അറിയാതെ അപ്പൂപ്പൻ താടി ഇങ്ങനെ പറന്നു പോവാ. കുഞ്ഞ് അമ്മയ്ക്ക് അത്രമേൽ പ്രിയപ്പെട്ടതല്ലേ? തൻകുഞ്ഞ് പൊൻകുഞ്ഞെന്ന് പറയുന്നത് പോലെ അപ്പൂപ്പൻ താടിക്ക് വിത്ത് അത്രയും പ്രിയപ്പെട്ടതാണ്. ഏതുപോലെ? ഒരു കുഞ്ഞിയെ അമ്മക്ക് പ്രിയമുള്ളതുപോലെ അപ്പൂപ്പൻ താടിയെ വിത്തിനെയും കൊണ്ടിങ്ങനെ പറന്നു പോവുകയാണ്. കാരണം ആ വിത്താണ് നിലം പതിച്ചാൽ നാളെ വലിയ മരമായി മാറുക എന്ന് അപ്പൂപ്പൻ താടിക്കറിയാം. അമ്മയുടെ നാളകൾ കുഞ്ഞിലൂടെയാണല്ലോ കാണാനാവുക. അതുപോലെ തന്നെ അപ്പൂപ്പൻ താടി തൻ്റെ നാളകൾ തൻ്റെ കയ്യിൽ ഭദ്രമാക്കുകയാണ്. എങ്ങനെ? അമ്മ ആശിച്ചും ആഗ്രഹിച്ചും താഴെ വെച്ചാൽ ചെറിയ ഉറുമ്പരിക്കും, തലയിൽ വെച്ചാൽ ചെറിയ പേനരിക്കും എന്ന് പറയുന്നത് പോലെ അമ്മമാർ മക്കളെ വളർത്തില്ലേ? അതേപോലെ ഈ അപ്പൂപ്പൻ താടി താഴെ വീഴാതെ ആ കുഞ്ഞി എന്ന വിത്തിനെയും പിടിച്ചുകൊണ്ട് ഇങ്ങനെ പറന്നു പോവുകയാണ്. അതിനറിയാം ഒരിക്കൽ താഴെ വീണാൽ ഈ വിത്തായിരിക്കും വലിയ മരമായി മാറുക, അതിൻ്റെ നാളെ അതിൻ്റെ തലമുറയെ സൃഷ്ടിക്കുക എന്ന് അപ്പൂപ്പൻ താടിക്കറിയാം. ഈ അമ്മ ഒരു കുഞ്ഞിയെ എടുത്തു പോകുന്നത് പോലെ, കെയർ ചെയ്യുന്ന പോലെ അത്രമേൽ ഭദ്രമായി തൻ്റെ തലമുറകളെ കയ്യിലൊതുക്കുകയാണ് അപ്പൂപ്പൻ താടി. അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധത്തിൻ്റെ പൊരുൾ എത്ര കാലം എടുത്താലും വിശദീകരിക്കാൻ സാധിക്കാത്ത ബന്ധമാണല്ലേ? ഒരമ്മ കുട്ടിയെയും കൊണ്ടുപോകുന്നത് പോലെ. അമ്മക്കറിയാം ഈ കുട്ടി പഠിച്ചു വലുതായി ജോലി കിട്ടി തന്നെ സുഖമായി നോക്കും, തൻ്റെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കുമെന്ന് അമ്മക്കറിയാം. അതേപോലെ അപ്പൂപ്പൻ താടി ആ വിത്തിനെയും അടിയിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ പറന്നു പോവുകയാണ്. അപ്പൂപ്പൻ താടിക്കറിയാം നാളെ ഈ വിത്ത് വലുതായി വലിയ മരമായി മാറുമെന്നൊക്കെ. അടുത്ത ചോദ്യം എന്താണ്? ധീരമെങ്കിലും എളിയ ശ്രമം എന്നാണ് അപ്പൂപ്പൻ താടിയുടെ പറക്കലിനെ കവി വിശേഷിപ്പിക്കുന്നത്. ഈ വിശേഷണം നൽകുന്ന അർത്ഥ സാധ്യതകൾ എന്തെല്ലാമാണ്? കുറിപ്പ് തയ്യാറാക്കുക. മക്കൾ എന്താണ് ചോദ്യം? കുറിപ്പ് തയ്യാറാക്കാനാണ് ചോദ്യം. നോക്കാം. കുറിപ്പ് തയ്യാറാക്കുക. ധീരമെങ്കിലും എളിയ ശ്രമം എന്നാണ് അപ്പൂപ്പൻ താടിയുടെ പറക്കലിനെ കവി വിശേഷിപ്പിക്കുന്നത്. ഈ വിശേഷണം നൽകുന്ന അർത്ഥ സാധ്യതകൾ എന്തെല്ലാമാണ്? അല്ലേ, ധീരമാണ് അപ്പൂപ്പൻ താടിയുടെ പരിശ്രമം അല്ലേ? ചെറിയൊരു അപ്പൂപ്പൻ താടി ഇങ്ങനെ പറന്നു പോകുന്നില്ലേ? ധീരമായ പരിശ്രമമല്ലേ? കൈയില്ല, കാലില്ല, ചിറകില്ല, എന്നിട്ടും അപ്പൂപ്പൻ താടി പറന്നു പോകുന്നു. ഈ അപ്പൂപ്പൻ താടിയുടെ പറക്കലിനെ കവി വിശേഷിപ്പിക്കുന്നത് ധീരമായ പരിശ്രമം എന്നാണ്. ഈ വിശേഷണം നൽകുന്ന അർത്ഥസാധ്യത എന്താണ്? അർത്ഥസാധ്യത എന്താണ് എന്നാണ് ചോദ്യം. നോക്കാം. കവിതയുടെ തുടക്കത്തിൽ അപ്പൂപ്പൻ താടിയുടെ പറക്കലിനെ എളിയ പറക്കൽ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതായത് ചെറിയൊരു പറക്കൽ, അത് അത്രയും പരിശ്രമമായൊരു പറക്കലാണ് അപ്പൂപ്പൻ താടിയുടെ പറക്കൽ എന്ന് പറയുന്നത്. എന്നാൽ കവിതയുടെ അവസാനമാകട്ടെ അതൊരു ധീരമായ പറക്കലായി മാറുന്നു അല്ലേ? എളിയ പറക്കൽ എന്ന് പറഞ്ഞാൽ ചെറിയൊരു പറക്കൽ അപ്പൂപ്പൻ താടിയുടെ പറക്കൽ, പക്ഷേ കവിതയുടെ അവസാനത്തിൽ അത് ധീരമായ പറക്കലായി മാറി. കാരണം എന്താ? ഈ അപ്പൂപ്പൻ താടി ആദ്യം പറഞ്ഞാൽ ചെറിയൊരു വിത്ത് ഉണ്ടാവുമല്ലോ കയ്യിൽ, പക്ഷെ അപ്പൂപ്പൻ താടി നിലത്ത് വീണ ഒരുപാട് വർഷം കഴിഞ്ഞ് ആ വിത്ത് പൊട്ടി വലിയൊരു മരമായി തീരും. ധീരമായ പറക്കലല്ലേ? അപ്പൂപ്പൻ താടി ആ വിത്തിന് എവിടെയും കളയാതെ അതിനെയും കൊണ്ട് പറന്നു പോകുന്നില്ലേ? അതൊരു ധീരമായ പറക്കലാണ് എന്ന് കവി പറയുന്നു. അവസാനമാകട്ടെ അതൊരു ധീരമായ പറക്കലായി മാറുന്നു.
ചിറകുകളും ദേശാന്തരങ്ങളും ആകാശവും സ്വന്തമില്ലാത്തവൻ്റെ പറക്കൽ വെറും ഒരു പറക്കലല്ല, അതൊരു പ്രയാണമാണല്ലേ. ഒറ്റക്ക് വഴിവെട്ടി വന്നവനാണ് എന്ന് നമ്മൾ പറയില്ലേ ചില മനുഷ്യന്മാരെ കുറിച്ച്. അവരും അപ്പൂപ്പൻ താടി പോലെയാണ്. കുഴിയിൽ വീഴാതെ, ചതിയിൽ വീഴാതെ, മുള്ളുകൾക്കിടയിൽ കുരുങ്ങാതെ അപ്പൂപ്പൻ താടി പറന്നു വീണ് വലിയൊരു മരമായി മാറുന്നത് പോലെയാണ് ചില മനുഷ്യർ. അവരൊരുപാട് അവഗണനകൾ, പരിഹാസങ്ങളൊക്കെ അനുഭവിക്കും. പക്ഷേ അവർ പറന്നു പോകും. സ്വന്തമായി ആകാശമില്ലാതിരുന്നാലും, സ്വന്തമായി ദേശങ്ങൾ ഇല്ലാതിരുന്നാലും, ചിറകുകൾ ഇല്ലാതിരുന്നാലും ഈ അപ്പൂപ്പൻ താടി പറന്നു പോകുന്നത് പോലെയാണ് ചില മനുഷ്യർ. മക്കളെ, അവർ പഠിച്ചു മിടുക്കരാകും. ഡോക്ടർ APJ അബ്ദുൽ കലാം, ക്രിസ്ത്യാനോ റൊണാൾഡോ, ലയണൽ മെസ്സി ദ ഗോഡ് ഓഫ് ക്രിക്കറ്റ്, സച്ചിൻ ടെണ്ടുൽക്കർ, മഹേന്ദ്ര സിംഗ് ധോണി, PT ഉഷ, അല്ലേ, IM വിജയൻ, കലാഭവൻ മണി, നെൽസൺ മണ്ടേല, ഇവരൊക്കെ എന്താണ് അപ്പൂപ്പൻ താടിയല്ലേ. ജീവിതത്തിൽ പരാജയപ്പെടാൻ ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായി. പക്ഷെ പഠിച്ച് അവരുടെ കഴിവിൽ വിശ്വസിച്ച് വിജയങ്ങളായി തീർന്നവരാണ് അപ്പൂപ്പൻ താടി പോലെ എന്ന് കവിത പറയുന്നു, ഞാൻ പറയുന്നു. ഭൂമിയിലെ ഏറ്റവും ലളിതമായ ഒന്നിൻ്റെ പ്രയാണം, ഒന്നുമില്ലാത്തവനും ഭൂമിയിൽ ഏറ്റവും ചെറിയവനും സ്വന്തമായി ആകാശവും ചിറകുകളും ഇല്ലാത്തവനും പറക്കാൻ സാധിക്കും എന്നുള്ള ഭൂമിയുടെ അടയാളമാണ് അപ്പൂപ്പൻ താടിയുടെ പറക്കലിനെ കൊണ്ട് കവി സൂചിപ്പിക്കുന്നു. മക്കളെ, നിങ്ങൾക്ക് കഴിവില്ല നിങ്ങൾ വിചാരിച്ചാലും, നിങ്ങൾ എവിടെ എത്തില്ല നിങ്ങൾ വിചാരിച്ചാലും അപ്പൂപ്പൻ താടിയുടെ കാര്യം ചിന്തിക്കുക. എന്താണ്? ചെറിയ വിത്ത് കൊണ്ട് പറന്ന് പോയി വലിയ മരമായി മാറുന്നില്ല അപ്പൂപ്പൻ താടി. പിന്നെ എന്തുകൊണ്ടാണ് മക്കളെ നിങ്ങൾക്കൊരു വലിയ ആളായി മാറാൻ പറ്റാതെ പോന്നേ? പറ്റുമടാ. അപ്പൂപ്പൻ താടിക്കൊരു വലിയ മരമായി, ചെറിയൊരു ഇച്ചിരി പോകുന്നൊരു വിത്തിന് വലിയൊരു തണൽ മരമായി മാറാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ സാധിക്കുമെടാ. ഒരു മോട്ടിവേഷനാണ് ഈ കവിത എന്ന് പറയുന്നത്. വീരാൻകുട്ടി മാഷിൻ്റെ സ്മാരകം എന്ന കവിത. ഭൂമിയിലെ ഏറ്റവും ചെറിയവ പുലർത്തുന്ന ജീവിതം ഒരു പാഠമാണ്. ഏറ്റവും എളിയവയുടെ പറക്കൽ ധീരമായ അടയാളപ്പെടുത്തലുമാണ്. വീണു പോകുന്നിടത്ത് ഒരു സ്മാരകം അവശേഷിപ്പിച്ചു തൻ്റെ പറക്കൽ അടയാളപ്പെടുത്തിക്കൊണ്ടാണ് ഏറ്റവും എളിയവൻ ഒരു സ്മാരകമാകുന്നതല്ലേ. വീണു പോകുന്നിടത്ത് തൻ്റെ സ്മാരകം അവശേഷിപ്പിച്ച് വലിയൊരു വ്യക്തിയായി, വലിയൊരു അറിവായി, വലിയൊരു അടയാളമായി മാറുമ്പോഴാണ് നമ്മളൊക്കെ ഒരു സ്മാരകമായി മാറുക. അതുപോലെ അപ്പൂപ്പൻ താടിയുടെ വിത്ത് വലിയൊരു മരമായി മാറുന്നത് പോലെ മക്കളെ നിങ്ങൾ എന്ത് വേണം? നിങ്ങളും വലിയൊരു മരമായി മാറണം. സംരക്ഷകരാകണം. മാതാപിതാക്കൾക്ക് സ്വപ്നങ്ങൾ നേടിയെടുക്കണം. ഒരു തലമുറയെ തൻ്റെ കയ്യിൽ ഒതുക്കി വീണിടത്തു നിന്നും ഉയർത്തെഴുന്നേൽക്കുന്ന, ആരും പുകഴ്ത്താനോ പ്രോത്സാഹിപ്പിക്കാനോ ഇല്ലാത്തവൻ്റെ പ്രയാണമാണ് അപ്പൂപ്പൻ താടിയുടെ പറക്കൽ. അപ്പൂപ്പൻ താടി പറക്കുമ്പോൾ എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കാൻ, മോട്ടിവേറ്റ് ചെയ്യാൻ, കയ്യടിക്കാൻ ആരുമില്ല. പക്ഷെ അപ്പൂപ്പൻ താടി തൻ്റെ സ്വന്തം കഴിവിൽ വിശ്വസിച്ച് ചിറകില്ലാതിരുന്നിട്ടും പറന്ന് വലിയൊരു മരമായി തീരുന്നില്ലേ? അതുതന്നെയാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അടുത്തൊരു ചോദ്യം. ഒരു വിത്തിൻ്റെ വിനീതമായ യാത്രയെ മഹത്തായ ജീവിതയാത്രയായി ആവിഷ്കരിക്കുകയാണ് കവി. ഈ പ്രസ്താവനയുടെ സാധ്യത വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കുക. മക്കളെ, കുറിപ്പ് തയ്യാറാക്കാനാണ് ചോദ്യം. എന്താണ് മക്കളെ? കുറിപ്പ് തയ്യാറാക്കാനാണ് ചോദ്യം. നോക്കാം. അത്രമേൽ നിശബ്ദമായി, പ്രഹസനങ്ങൾ ഇല്ലാതെ, പ്രചോദനമോ ആർപ്പുവിളികളോ മുന്നിൽ നിന്നോ പിന്നിൽ നിന്നോ പ്രോത്സാഹനത്തിന് ആരുടെയും വാക്കുകൾ പോലും ഇല്ലാതെ, സ്വന്തമെന്നു പറയാൻ ദേശാന്തരങ്ങളോ ആകാശമോ ഇല്ലാത്തവരുടെ യാത്രകളെ അടയാളപ്പെടുത്തുകയാണ് വിത്തുകൾ. അല്ലടാ, അപ്പൂപ്പൻ താടി പറക്കുമ്പം ആരെങ്കിലും കൈയടിക്കുന്നുണ്ടാ? സൂപ്പറാടാ, നീ അടിപൊളിയെ പറന്നു എന്ന് പറയാൻ ആരെങ്കിലും ഉണ്ടാ? നിങ്ങൾക്ക് എത്ര ആൾക്കാരുണ്ട്? അധ്യാപകരുണ്ട്, അമ്മയുണ്ട്, അച്ഛനുണ്ട്, സുഹൃത്തുക്കളുണ്ട്, ഏട്ടൻ, ഏച്ചി, അനിയത്തി, ഇത്ര പേരുണ്ട്, ബന്ധുക്കൾ. പക്ഷെ അപ്പൂപ്പൻ താടി ആരും പറക്കലിനെ പ്രോത്സാഹിപ്പിക്കാറില്ല. അപ്പൂപ്പൻ താടി ഇങ്ങനെ പറന്ന് പോയി ഏതെങ്കിലും സ്ഥലത്ത് വീണ് അവിടെ നിന്നും മുള പൊട്ടി തൈയായി, ചെറിയ ചെടിയായി, വർഷങ്ങൾ കഴിഞ്ഞ് വെയിൽ കൊണ്ട്, മഴ കൊണ്ട് വാടാതെ, കരിയാതെ, ചീഞ്ഞു പോകാതെ അപ്പൂപ്പൻ താടി വലിയ മരമായി, തണലായി മാറുന്നു. അത് അതിൻ്റെ പരിശ്രമമാണ് മക്കളെ. അതുപോലെ ജീവിതവും അതുപോലെ തന്നെയാണ്, യാത്രകളാണ്. നമ്മൾ പോകുന്ന വഴിക്ക് നമ്മളെ പരാജയപ്പെടുത്താൻ, നമ്മളെ കളിയാക്കാൻ, നമ്മളെ നിരുത്സാഹപ്പെടുത്താൻ ഒരുപാട് പേരുണ്ടാകും. അതിലൊന്നും വീണു പോകാതെ നിങ്ങളും പറന്ന് അപ്പൂപ്പൻ താടി പോലെ വലിയ മരമായി മാറണമെന്ന് കവി പറയുന്നു. വിത്തുകൾ തങ്ങളുടെ പരിമിതമായ ഇടത്തു നിന്നും തങ്ങൾക്ക് ആവശ്യമുള്ള ഊർജം ആഗിരണം ചെയ്ത് സ്വയം ചലിക്കുകയാണ്. എവിടെയാണോ തൻ്റെ യാത്ര അവസാനിക്കുന്നത് അവിടെ നിന്നും പുതിയ ഒരു നാളുകൾ തുറന്ന് തൻ്റെ യാത്രയുടെ പൂർത്തീകരണത്തിൽ എത്തിച്ചേരുകയും തൻ്റെ തലമുറകളുടെ പ്രയാണത്തിന് വഴി തുറക്കുകയും ചെയ്യുന്നു. അല്ലേ? തലമുറകളുടെ പ്രയാണത്തിനായി അപ്പൂപ്പൻ താടി വഴി തുറക്കുന്നു. ഒരു അപ്പൂപ്പൻ താടി പറന്നു വീണ് മുള്ളിൽ കുടുങ്ങാതെ, കുഴിയിൽ വീഴാതെ, ചതിയിൽപ്പെടാതെ അത് നല്ല നിലത്ത് വീണ് വലിയ മരമായി മാറുന്നു. എത്ര സസൂക്ഷ്മമാണ് ഒരു അപ്പൂപ്പൻ താടി തൻ്റെ വിത്തിനെയും കൊണ്ടുപോകുന്നത്. അതേപോലെ ഈ വിത്ത് എന്ന് പറയുന്ന നിങ്ങളുടെ ബുദ്ധി,
നിങ്ങളുടെ അറിവ് സൂക്ഷ്മമായി കൊണ്ടുപോവുക. ലഹരിയുടെയോ തെറ്റായ പ്രണയബന്ധത്തിൻ്റെയോ മറ്റ് ജീവിതത്തിൻ്റെ തെറ്റായ കാര്യങ്ങളിലൊന്നും പെടാതെ നിങ്ങളും ഈ അപ്പൂപ്പൻ താടി അമ്മ കുഞ്ഞിനെ കൊണ്ടുപോയ പോലെ വിത്തിനെ കൊണ്ടുപോയി വലിയ മരമാക്കി മാറ്റിയ പോലെ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നിങ്ങളും എന്തു വേണമെടാ, പഠിച്ചു മിടുക്കരായി വലിയ മരമായി മാറണം എന്ന് കവിതയും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ഉഷാറ എക്സാം എഴുതുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഇറ്റ്സ് മീ ജോബിൻ ഫ്രം എക്സാമിനർ. ബൈ.